ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ സ്കീമിൽ ദ ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് എവറി 6 months ഇൻസ്റ്റെഡ് ഓഫ് എവറി ഇയർ. ഓരോ വർഷത്തിലും ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നതിന് പകരം 6 മാസം കൂടുന്തോറുമാണ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് എവറി 3 months is called quarterly compounding. ഓരോ 3 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ആഫ്റ്റർ ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ടൈം. ചില സാധനങ്ങളുടെ പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആനുവലി അറ്റ് എ ഫിക്സ്ഡ് റേറ്റ്. We can use our method of computing interest to calculate the number of units produced each year or the price each year. നമ്മളുടെ മെത്തേഡ് വെച്ചിട്ട് we can calculate the number of units produced each year or the price each year. Hello everyone. Let's discuss some problems based on interests. Changing times. First question. A person took out a loan of rupees 1,600 from a bank which charges interest compounded quarterly. The annual rate of interest is 10%. How much should he pay back after 9 months to settle the loan? അതായത് ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അമൗണ്ട് ബോറോഡ് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ അമൗണ്ട് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട് 10%. ആനുവൽ റേറ്റ് ആണ് 10% എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്, ആനുവലി അല്ല. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റേണ്ടി വരും. 10/4. ഈ 4 നമുക്ക് എങ്ങനെ കിട്ടി? ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 4/1 ക്വാർട്ടർ എന്ന് പറയുന്നത്. സോ 10/4 ചെയ്തപ്പോൾ നമുക്ക് 2.5 കിട്ടി. അതായിരിക്കും പുതിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നൗ ക്വസ്റ്റ്യനിൽ 9 months കഴിയുമ്പോൾ എത്ര തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. സോ 9 months എത്ര ക്വാർട്ടർലി ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കണം. നമുക്ക് 3 ക്വാർട്ടർലി ഇയേഴ്സ് കിട്ടും 9 months. Amount to be paid back after 9 months is equal to 16,000 into 1 plus 2.5 divided by 100 the whole raised to 3, which is equal to 16,000 into 102.5 divided by 100 the whole raised to 3. Again 16,000 into 102.5 by 100 into 102.5 by 100 into 102.5 by 100. We get the final answer as rupees 17,230.25. Second question. Manu deposited rupees 15,000 in a financial establishment which pays interest compounded every 3 months at 8% annual rate. How much would he get back after 1 year? അതായത് മനു ഒരു ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 15,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 3 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആനുവൽ റേറ്റാണ് തന്നിരിക്കുന്നത് 8%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും മനുവിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നൗ amount deposited is equal to rupees 15,000. Rate of interest. Actually rate of annual interest is equal to 8%. ഇവിടെ every 3 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 4 ആണ്. സോ 8/4 is equal to 2. സോ 2% ആണ് ന്യൂ ഇൻട്രസ്റ്റ്. അപ്പോൾ amount he gets after 1 year is equal to 15,000 into 1 plus 2 by 100 the whole raised to 4. 4 എന്നുള്ള വാല്യൂ എങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ ഒരു വർഷം എന്ന് പറയുന്നത് 12 months ആണ്. സോ 12 monthsനെ 3 months വെച്ച് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 4. അങ്ങനെയാണ് നമ്മൾ ഹോൾ റേസ് ടു 4 എന്നെടുത്തത്. നൗ മൂവിങ് ഓൺ വിത്ത് ദ കാൽക്കുലേഷൻ. 15,000 into 102 by 100 the whole raised to 4. Simplifying, we get rupees 16,236.48. Third question. John deposited rupees 2,500 on the 1st of January in a bank where interest is compounded half yearly at 6% annual rate. On the 1st of July,
He deposited rupees 2,500 more. How much would he have in his account at the end of the year? അതായത് ജോൺ ഒരു ബാങ്കിൽ ജാനുവരി 1 2,500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത്. അവിടുത്തെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. ജൂലൈ 1 ജോൺ ഒരു 2,500 രൂപയും കൂടി ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ വർഷാവസാനം ജോണിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയും കൂടി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Let's look into the answer. Amount John deposits on 1st January is equal to 2,500, which is given in the question. Principal after the half year up to July 1st is equal to 2,500 into 1 plus 3 by 100. 3 by 100 എന്ന് നമുക്ക് എങ്ങനെ കിട്ടി? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 6% ആനുവൽ റേറ്റ്. ഹാഫ് ഇയർലി റേറ്റ് കണ്ടുപിടിക്കാൻ 6/2 ചെയ്യണം. അങ്ങനെ നമുക്ക് 3/100 എന്നുള്ള ആൻസർ കിട്ടി, അല്ലെങ്കിൽ 3% എന്നുള്ള ആൻസർ കിട്ടി. സോ 2,500 into 103/100 which is equal to rupees 2,575. Amount deposited in July 1st is equal to rupees 2,500, again given in the question. Principal after July 1st is equal to 2,575 plus 2,500, which is equal to 575. Amount he gets at the end of the year is equal to 575 into 1 plus 3/100, which is equal to 575 into 103/100, which is equal to rupees 5,227.25. Next question. Ramlat deposits rupees 30,000 in a financial establishment which pays interest at 9% annual rate, compounded every 4 months. How much would she get after 1 year? അതായത് രാംലത്ത് ഒരു ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 30,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഓരോ 4 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നത്. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര പൈസയായിരിക്കും രാംലത്തിൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹിയർ amount deposited is equal to rupees 30,000. Annual rate of interest is equal to 9%. Amount gets after 1 year is equal to 30,000 into 1 plus 3/100 the whole raised to 3. 3/100 എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എങ്ങനെ കിട്ടി? ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ 3. നമുക്കെങ്ങനെ ഡിവൈഡ് ബൈ 3 ആണെന്ന് മനസ്സിലായി. കോമ്പൗണ്ടഡ് എവറി 4 months ആണല്ലേ. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? യെസ്, 12 months. സോ 12 months divided by 4 months we get 3. So 9% divided by 3 we get 3%. So amount gets after 1 year is equal to 30,000 into 103/100 into 103/100 into 103/100, which is equal to rupees 32,781.81. Next topic ആണ് increasing and decreasing. First question, a report estimated e-waste increasing by 15% every year and the e-waste in 2014 is 9 crore tons. What is the expected amount of e-waste in 2020? അതായത് ഒരു റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷം കൂടുമ്പോഴും ഈ വേസ്റ്റ് 15% വെച്ചാണ് വർദ്ധിക്കുന്നത്. 2014 9 crore tons ആയിരുന്നു ഇ വേസ്റ്റ്. വാട്ട് ഈസ് ദി എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് ഇൻ 2020? 2020 എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇ വേസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ e-waste in 2014 is equal to 9 crore tons. Rate of increase is equal to 15%. So the e-waste in 2020 is equal to 9 into 1 plus 15/100 the whole raised to 6. നമ്മൾ എന്തിനാണ് raised to 6 ചെയ്തത്? അതായത് 2014 നിന്ന് 2020 എത്താൻ എത്ര വർഷം വേണ്ടി വരും? 6 years വേണ്ടി വരും അല്ലേ? അതുകൊണ്ടാണ് raised to 6 ചെയ്തത്.
which is equal to 9 into 115 by 100 the whole raised to 6, which is equal to 20.82 crore tons. Next question. A TV manufacturer decreases the price of a particular model by 5% each year. The current price of this model is rupees 8,000. What would be the price after 2 years? അതായത് ഒരു ടി വി നിർമ്മാതാവ് ഒരു പെർട്ടിക്കുലർ ടി വിക്ക്, അതായത് ഒരു പെർട്ടിക്കുലർ ടി വി മോഡലിന് ഓരോ വർഷം കൂടുമ്പോഴും 5% വെച്ച് പൈസ കുറയ്ക്കുകയാണ്. കറണ്ട് റേറ്റ് ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത് 8,000 ആണ്. വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 2 years? 2 വർഷം കഴിയുമ്പോൾ ഈ മോഡലിൻ്റെ വില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഹിയർ ദ പ്രസൻറ്റ് പ്രൈസ് ഓഫ് ദ ടി വി ഈസ് ഈക്വൽ ടു rupees 8,000. റേറ്റ് ഓഫ് റിഡക്ഷൻ 5% ആണ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ആഫ്റ്റർ 2 years ഈസ് ഈക്വൽ ടു 8,000 into 1 minus 5 by 100 the whole square, which is equal to 8,000 into 95 by 100 into 95 by 100, which is equal to rupees 7,220. Third question. Tiger is our national animal. Their number decreases every year. Figures show 3% annual decrease. According to the census of National Tiger Conservation Authority, there were 1,700 tigers in India in 2011. If the trend continues, how many tigers would be there in India in 2016? അതായത് ഇന്ത്യയിൽ ടൈഗർ പോപ്പുലേഷൻ ഓരോ വർഷം കൂടുമ്പോഴും 3% വെച്ച് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 1,700 ടൈഗേഴ്സ് ഉണ്ട്. ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2016 എത്ര ടൈഗേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻ 2011 is equal to 1,700. The reduction rate is equal to 3%. Number of tigers in 2016, that is after 5 years of the census, is equal to 1,700 into 1 minus 3 by 100 the whole raised to 5. After simplification we get 1,459.84. ബട്ട് ഇത് ടൈഗേഴ്സിൻ്റെ നമ്പറാണ്, നമുക്കൊരു ഡെസിമൽ ഫിഗർ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ റൗണ്ട് ഓഫ് ചെയ്ത് 1,460 എന്നാക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.